പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല, ഞാൻ അറിഞ്ഞിട്ടല്ല. എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന് ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്, അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷമമാകും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ എൻ്റെ ബെഡ്റൂമിലാണ്. ഞാൻ കൈക്ക് വയ്യ, എന്നാലും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് ഇച്ചിരി വേദന ഉണ്ടെന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഒരുപാട് പേര് എൻ്റെ അസുഖം അറിഞ്ഞ് ഒരുപാട് പേര് ആശ്വസിപ്പിക്കുന്നുണ്ട്, അതുപോലെ സഹായിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാതെ തന്നെ. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല, ഞാൻ അറിഞ്ഞിട്ടല്ല. എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന് ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് തോന്നുന്ന കരിഷ്മനെ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കുക. എൻ്റെ കരിഷ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ മാനേജറാണ്. അവളെ കോണ്ടാക്ട് ചെയ്താൽ മതി, അവൾ എന്നെ അറിയിച്ചോളും. നിങ്ങൾ ഒന്നെങ്കിൽ നേരിട്ട് എൻ്റെ നമ്പറുള്ളവർ നേരിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കരീഷ്മ വഴി കോണ്ടാക്ട് ചെയ്യുക, എന്നെ അവൾ അറിയിച്ചോളും കേട്ടോ. അല്ല, ഞാൻ ഒരിക്കലും ഒരു പിരിവിൻ്റെ കാര്യമോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങളങ്ങനെ എവിടെയെങ്കിലും എന്നെപ്പറ്റി പിരിക്കുന്നത് കണ്ടാൽ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അത് എൻ്റെ ഉത്തരവാദിത്തത്തിലും അല്ല. ഞാൻ ഒരിക്കലും ഒരു പിരിവ് ആവശ്യപ്പെടുന്നൊരു വ്യക്തിയല്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ എന്നെ വന്ന് കാണുകയും എനിക്ക് അത്രയും സന്തോഷം. അല്ലാത്ത ആൾക്കാർ, എന്നെ അറിയാത്തവർ, കരീഷ്മ എൻ്റെ മാനേജർ, അവൾക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തം. എൻ്റെ മാനേജറായ കരിഷ്മയുടെ നമ്പർ, ഈ ഒഫീഷ്യലായിട്ടുള്ള നമ്പർ എൻ്റെ പേജിൻ്റെ മുകളിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ അവളെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ അസുഖം ബ്രസ്റ്റിൽ മാത്രമല്ല, കശം, ഹാർട്ട്, മസിൽ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. സോ അതിനുള്ള ചികിത്സയൊക്കെ നല്ല പൈസയാകും. അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കിടപ്പുണ്ട്, ഞാനൊന്നും ഇടുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലുമായിട്ട് എൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും തരുന്നത് തന്നെ എനിക്ക് ആ ഒരു പൈസയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. കാരണം എനിക്ക് ഇപ്പം ജോലി ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പൈസ ഉണ്ടെങ്കിലേ എനിക്ക് തുടർ ചികിത്സകളൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. നല്ല പൈസ ആവും, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അതൊട്ടും നമുക്കത് തികയുമെന്ന് അറിയില്ല. ഉറക്കം വരുത്. അപ്പോൾ ഒരുപാട് സ്നേഹമുള്ള ആളുകൾ എന്നെ കാണാൻ വന്നു. എനിക്കതിൽ ഒരു ദൂരെ നിന്ന് രേണു ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്നെ ഒന്ന് കാണുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു സന്തോഷം, അതെൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഒരാൾ വന്നാൽ ഒരാൾ വന്നില്ല, അവരുടെ പേര് പറഞ്ഞില്ലെന്ന് പറയും. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട എൻ്റെ മാനേജറൊക്കെ വന്നു, എൻ്റെ കരിഷ്മയൊക്കെ വന്നു, അത് മാത്രം പറയാമല്ലോ. ബാക്കി ഒരുപാട് പേര് നല്ല ആൾക്കാർ വന്നു, എന്നെ സ്നേഹിക്കുന്നവർ വന്നു. പക്ഷെ അതൊന്നും പറയുന്നില്ല. കാരണം ഒരാളുടെ പേര് പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞില്ലെന്ന് പറയാം. അതുകൊണ്ടാണ് ഒരുപാട് പേര് വന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്നെ ഇത്രത്തോളം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ, കരുതുന്നുണ്ടല്ലോ എന്നറിഞ്ഞപ്പം. എൻ്റെ ജീവിതത്തിലെ പ്രയാസഘട്ടത്തിലാണ് ഞാൻ കടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരുപാട് പേരെന്നെ ചേർത്ത് നിർത്താൻ ആളുകളുണ്ട്, രോഗികളായാലും കൂടെ നിൽക്കുന്നവരായാലും ഒക്കെ. അപ്പം എൻ്റെ എങ്ങനെ പറയണോന്ന് അറിയത്തില്ല. നന്ദി. ഒരുപാട് പേര് വിളിച്ചെന്നെ ചോദിക്കുന്നുണ്ട്, മീൻസ് സ്നേഹിതരായിട്ടും ഒക്കെ. അവരുള്ള പോലെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും വെച്ച് തന്നിട്ട് മരുന്ന് മേടിക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. പക്ഷേ ഞാൻ എങ്ങും പിരിവ് നടത്താൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പേരിൽ ആരെങ്കിലും അങ്ങനെ പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സമ്മതത്തോടു കൂടിയോ അറിവോടു കൂടിയോ അല്ല എന്ന് പറയാനാണ് ഞാൻ അർജൻറ്റായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ധൈര്യം നൽകാൻ നിങ്ങൾ മറ്റൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. പിക്ക് ലൈനിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ മൂടിയിട്ടേക്കുവാണ്. ഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ. ഈ നമ്മൾ പറയുന്ന പോലെ മെഡിക്കൽ കോളേജിൽ ചിലവില്ലെന്നൊന്നും പറയില്ല, നല്ല ചിലവുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റിന് നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗികളായിട്ടുള്ള ആരെങ്കിലും എവിടെയെങ്കിലും ഇവിടെ ഇരുന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടുകാർക്കും അവരുടെ വീട്ടുകാർക്കും അവർക്കൊക്കെ അറിയാം, നല്ല ചിലവുണ്ട്. വെറുതെ ഒന്നും മെഡിസിൻസും കാര്യങ്ങളും അതുപോലെ ട്യൂബും കാര്യങ്ങളൊക്കെ ഒരുപാട് ചിലവുണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്ക് പൈസ വേണം. അപ്പോൾ നിങ്ങൾ കൂടുതലും
എൻ്റെ സബ്സ്ക്രിപ്ഷനും അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലും ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ പഴയ പോലെ തന്നെ മിടുക്കി കുട്ടിയായിട്ട് ഓടി നടക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. നിങ്ങളെന്നെ എന്താ പറയുക, കഴിഞ്ഞ ദിവസം നിങ്ങളെന്നെ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്, അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷമമാകും. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.